അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. ബാധ്യതകൾ അതിൻ്റെ അഹ്ലുകാർക്ക് വീട്ടിക്കൊടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അപ്പം നന്മയുടെ പക്ഷത്ത് നിന്ന് പോരാടുക എന്നുള്ളത് ഒരു ബാധ്യതയാണ്. ആ ബാധ്യതാബോധത്തോടു കൂടിയാണ് ഹംസ റളിയല്ലാഹു അൻഹു പോരാടിയത്. ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പോരാട്ടം ദീനിന് വളരെയധികം ശക്തിയായി. ബദറിലൊക്കെ മഹാനവറുകളുടെ പോരാട്ടം വളരെയധികം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു വരുന്ന ശത്രു സമൂഹങ്ങൾക്ക് മേൽ ഐതിഹാസികമായ വിജയം വരിക്കാൻ അതൊരു കാരണമായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗള് തകർക്കാനും പിടിച്ചെടുക്കാനും ഒക്കെ വന്ന അസ്വദിനെ ഒറ്റവെട്ടിന് 2 കഷ്ണമാക്കി മാറ്റിയത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഈ അസ്വദാണെങ്കിലോ ഒരുപാട് ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയ ആളും പോരാട്ടങ്ങളിലൊക്കെ വിജയിച്ചിട്ടുള്ള ആളുമാണ്. അയാളെയാണ് നിമിഷ നേരം കൊണ്ട് വകവരുത്തിയത്. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കരുത്തും ശക്തിയും ആയോധന കലകളിലുള്ള പ്രാവീണ്യവും ആ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ബദറിൽ ഉത്തുബത്തിനെയും ഷെയ്ബത്തിനെയും ഒക്കെ വകവരുത്തുന്നതിൽ വളരെയധികം മുന്നിൽ നിന്നതും ഹംസ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ബദറിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഈ 313 പേര് വിജയിച്ചാൽ നമ്മുടെ സമൂഹത്തിന് എക്കാലവും ഇവിടെ നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും നിലനിൽക്കാനും കഴിയും. ഈ 313 പേര് ഇല്ലാതായി കഴിഞ്ഞാൽ, കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആളുണ്ടാവില്ല എന്നുള്ള റസൂലുള്ളാഹിൻ്റെ ദുആ. അങ്ങനെ ആ 313 പേര് വിജയിക്കാൻ കാരണം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഹംസ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർവ്വ സൈന്യാധിപനായി പോരാടിയത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. അതോടുകൂടി ബദരീങ്ങളുടെ ആ പോരാട്ടം, 313 പേരുടെ ആ പോരാട്ടം കൊണ്ട് ശത്രുക്കൾ പരാജയപ്പെട്ടു, അക്രമികൾ പരാജയപ്പെട്ടു, അധർമ്മത്തിൻ്റെ ആളുകൾ പരാജയപ്പെട്ടു, സത്യം വിജയിച്ചു. അതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആണ്.